ഒരുപോലെയാ. കുഞ്ഞാത്തോല് എപ്പോഴും ചിരിക്കണം. അത് ഇന്റെ സങ്കടം. എനിക്ക് വേണ്ടിട്ടല്ലേ കുഞ്ഞാത്തോല്? നിനക്ക് വേണ്ടിട്ടല്ല, എനിക്ക് വേണ്ടിട്ടാ. ഇവന്മാരൊക്കെ ഇത്രയേ ഉള്ളൂ ഒന്ന് ബോധ്യപ്പെടുത്തണല്ലോ. എനിക്ക് പോയി നീയായിരുന്നു വെച്ചാ ആ വർഷം ജയിച്ചേനെ. ആണായിട്ടൊരു വാത്സായന മഹർഷി എഴുതിയ ശാസ്ത്രത്തെ നമ്പിയ ഇവറ്റകൾ ഇപ്പോഴും പെണ്ണിനെ കുറിച്ച് ചിന്തിക്കണേ. കുഞ്ഞാത്തോല് എന്തൊക്കെയോ പറയണു, എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ഇനി എന്തൊക്കെ പറഞ്ഞാലും അടി ഇതൊരു വലിയ ദണ്ണം തന്നെയാ. സ്വജാതിയുടെ നമ്പുരാനാണെങ്കിൽ സമാധാനിക്കായിരുന്നു. ഇതിപ്പോ ഇക്ക് വേണ്ടി ജാതി താണൊരു പണിക്കരുമായിട്ട് ഈ ജാതി താണവരോടത്ത് ചെലവിടുമ്പോ ഈ പറഞ്ഞ നമ്പൂരാനെ തോൽപ്പിക്കണ പോലെ സന്തോഷം എനിക്ക് തോന്നാറുണ്ട്. മാതിരി അവർക്ക് അവകാശപ്പെട്ടത് മുതല് അന്യന് വിതരണം ചെയ്യണ പോലെ ഒരു സന്തോഷം. അവർക്ക് വേണ്ടി എന്തെന്ത് നിയമങ്ങൾ അവരുണ്ടാക്കി വെച്ചേക്കണേ. പൊളിക്കണം, എല്ലാം പൊളിച്ചെടുക്കണം. അതിനുവേണ്ട ചില ആയുധങ്ങളൊക്കെ ഞാൻ കരുതി വെക്കുന്നുണ്ട്. ആയുധങ്ങളല്ല, അടയാളങ്ങൾ. കുഞ്ഞാത്തോൽ ഇങ്ങനെ തമ്പുരാരെ കുറ്റം പറയാൻ എങ്ങനെയാ? എന്തൊക്കെ പറഞ്ഞാലും ഒരു നമ്പൂരിയുടെ വേലയായിട്ട് ഈ സമുദായത്തിൽ തന്നെ ജീവിക്കേണ്ടതല്ലേ? ഈ സമുദായത്തിൽ നിന്ന് പുറത്തു കിടക്കാനാ ഞാൻ നോക്കണേ. അല്ലാതെ ഏതെങ്കിലും ഒരു നമ്പൂരിയുടെ വേലിയായിട്ട് ഇതിനകത്ത് കിടന്ന് നരകിക്കാൻ എന്നെ കിട്ടില്ല. കുഞ്ഞാത്തോൽ ഇങ്ങനെ പറഞ്ഞോണ്ട് കാര്യമല്ലോ. കാര്യങ്ങൾക്ക് അവർ നിശ്ചയിച്ച് കഴിഞ്ഞില്ലേ? എന്ത്? അപ്പൊ കുഞ്ഞാത്തോൽ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഓ, ഈ ഇല്ലത്തെ പെണ്ണുങ്ങളുടെ ഗതികേട് ഇതാണല്ലോ. സ്വന്തം പെൺകുട്ടികളുടെ കൂട്ടവും മറ്റുള്ളവർ വേണം പറഞ്ഞറിയാൻ. കുറിയെടുത്ത് അകമണിക്ക് നിങ്ങളുടെ കുഞ്ഞുമ്മ എന്നോട് പറഞ്ഞത് കുറിയെടുത്ത നമ്പിയത്ത മുസമ്മയുടെ അരി രാമനമ്പൂതിരിക്ക് കൽപ്പകശ്ശേരിയിലെ താത്രി കുഞ്ഞാത്തോലിനെ വേളി പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുന്നു. ഇവിടുത്തെ അച്ഛൻ നമ്പൂരിയായിട്ട് നമ്പിയത്ത് 2 മാസം മുമ്പ് വാക്കുറപ്പിക്കലൊക്കെ കഴിഞ്ഞു അറിഞ്ഞത്. എന്നിട്ട് കുഞ്ഞാത്തോൽ ഇത് അറിഞ്ഞില്ല എന്നുള്ളത് എന്റെ അതിശയം. എന്റെ അതിശയം അതല്ല, എന്നെ കെട്ടിയെടുക്കാൻ ഉറപ്പിച്ചത് കുറിയെടുത്തേക്ക് തന്നെ ആയില്ലോ എന്നുള്ളതാ. ആ തീരുമാനം എന്റെ അച്ഛനും നമ്പിയത്തനും കൂടി എടുത്തു എന്നുള്ളതാ. അതങ്ങനെ വരൂ, അവരതേ ചെയ്യൂ. എന്തേ? കുഞ്ഞാത്തോന് ഇതിന് സമ്മതല്ലെന്നാണോ? എന്റെ സമ്മതല്ലേണ്ടത് തന്നെയാണ് എന്റെ ജീവിതത്തിലെ എല്ലാ വലിയ അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇതും നടക്കും. നടക്കണല്ലോ, എന്നാലല്ലേ എല്ലാം പൂർത്തിയാവൂ. സസ്യമൂക്കളായി നന്നായി ആളെ പിടിച്ചിരുന്നേനെ. അല്ല, പച്ചയ്ക്ക് തിന്നുന്നില്ലാന്നേ ഉള്ളു, മറ്റു പലതരത്തിലും തിന്നുന്നുണ്ടല്ലോ. കുഞ്ഞിരിപ്പുനാരി പറയണേ. ഞാൻ കേട്ടത് ചോദിച്ചതേ ഉള്ളൂ. ആയിരത്തിന് എന്നെ തിന്നാൻ വരണേ. വായിക്കൊള്ളാത്ത ചോദ്യങ്ങളൊന്നും നീ ഇപ്പൊ തന്നെ ചോദിച്ചു തുടങ്ങണ്ട. ഇന്നിവിടെ കുളിവെപ്പ് കഴിഞ്ഞ കൽപ്പകശ്ശേരി താത്രി കുഞ്ഞാത്തോന്റെ ദാസിയായിട്ട് ഇന്നിവിടെ കുറിയെടുത്ത് വന്നല്ലേ ഉള്ളു. നീ കഴിഞ്ഞ 36 കൊല്ലായിട്ട് നീ കുറിയെടുത്ത പോലല്ലേ കാര്യസ്ഥന ഈ അകലെപ്പുറത്ത് കുഞ്ഞിരിപ്പതായി അറിയോ നിനക്ക്? അതെനിക്കറിയേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരാൻ 36 വർഷം വൈകിയ പ്രസംഗി ഞാൻ ഇനി നായരോട് മിണ്ടാൻ വരണില്ല. എന്റെ പോരെ. അല്ലെങ്കിൽ തന്നെ എനിക്ക് നിങ്ങളോട് മിണ്ടേണ്ട കാര്യം എന്താ? ഞാൻ കാര്യസ്ഥനെ കൈയാളായിട്ടില്ല. കുറിയെടുത്ത രാമനമ്പൂരിയുടെ വേളി താത്രിയുടെ തോഴിയിട്ട് എങ്ങോട്ട് വന്നു. ഇന്നല്ലാണ്ട് കാര്യസ്ഥന് വേഗതയാണ് ദിവസം. കഴിഞ്ഞ 36 കൊല്ലായിട്ട് ഈ കുറിയെടുത്തവരല്ലേ കാര്യസ്ഥനായി. എനിക്ക് ഒരു ദിവസം കൊണ്ട് ഒരു
എന്റെ ആത്തോലിന് മാല കെട്ടി കൊടുക്കട്ടെ. ഇന്ന് രാത്രി ഇവിടുത്തെ രാമനമ്പൂതിരിയുടെ കിടപ്പറയുടെ ഒരു സുഗന്ധമൊക്കെ ഉണ്ടാവട്ടെ. നീ കുറച്ച് പോ, എന്റെ തല ചൂടിക്കോ, എന്റെ കാറ്റം ഒന്ന് മാറട്ടെ. രാമൻ നമ്പൂരിയുടെ കിടപ്പറയില്ല മുല്ലപ്പൂ സുഗന്ധവും. ഇപ്പൊ തന്നെ വേലയെ കുറിച്ച് നാട്ടുകാർ പറയാണ്ട് ഒരു കൊലകന്റെ കയ്യിൽ കൂടി പൂമാല കിട്ടിയെന്ന്. എനിക്കങ്ങനെ തോന്നുന്നുണ്ടായില്ല പെരുപ്പിള്ളേ. വേണ്ട രീതി അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതാ അങ്ങനെ പറയണേ. നോം പറഞ്ഞ് നേരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വേണമെങ്കിൽ പറയാൻ തെളിയിക്കാം. ചോദിക്കണല്ലോ. വലിയപ്പരാരും പെരുപ്പള്ളി നമ്പൂരിയും വലിയ തർക്കത്തിലല്ല. അല്ല, തീറ്റ കഴിഞ്ഞാൽ പിന്നെ തർക്കം ശാസ്ത്രം ഒക്കെ തന്നെയാണല്ല ഇവരുടെ പണി. അങ്ങനെ വലിയ അധ്വാനമൊന്നും ഇല്ലല്ലോ. ഈ കാര്യത്തില് അതേ പക്ഷം തന്നെയായിരിക്കും മടക്കേ പടത്തിലും. സംശയം ചോദിക്കാലോ. ചോദിക്കല്ലോ. ഇല്ലെങ്കിൽ ഭാര്യത്തിന് വിളിച്ചങ്ങോട്ട് വിസ്തരിച്ചു നോക്കാം. ചിലപ്പോ പെരുപ്പിള്ളി പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ എനിക്കങ്ങനെ ഭിന്നം തോന്നിയില്ലെന്നേ നോ പറഞ്ഞോളൂ. എന്താതെ ഇപ്പൊ ഏത് കാര്യത്തിലുമുണ്ടല്ലോ ഒന്നെന്ന് തോന്നുമ്പോ രണ്ടെന്ന് തോന്നുന്ന അവസ്ഥ. ഇപ്പൊ ദേഹവും ദേഹിയും ഒന്നാണെന്ന് ചോദിച്ചാ ഒന്ന് തന്നെയാ. എന്നാൽ രണ്ടല്ലെന്ന് ചോദിച്ചാലോ രണ്ട് തന്നെയാ. അങ്ങനെ ഒരു വ്യത്യാസം ഈ കാര്യത്തിലുമുണ്ടോ പെരുപ്പിള്ളേ? സംസാരം ചെയ്യണമെന്ന് വെച്ചാ കുറച്ച് സംഭാരം എടുക്കാൻ പറയാം. ഇപ്പൊ വേണമെന്നില്ല, കുറച്ച് കഴിഞ്ഞ് കാപ്പി പലഹാരമൊക്കെ ഉണ്ടാവാലോ. ഇതിനങ്ങനെ ശങ്കരഭാഷയുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്ന് തോന്നുന്നു. ഇത് ആത്മീയത്തെക്കാൾ ഉപരി ഭൗതികമായ ഒരു കാര്യമാണല്ലോ. ബുദ്ധി കൊണ്ടല്ല ശാസ്ത്രം കൊണ്ട് ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാലും അങ്ങനെ ചിന്തിക്കാലോ പെരുപ്പിള്ളേ? ചിന്തക്കല്ല, അനുഭവത്തിനാവുള്ള പ്രാധാന്യം. നോന്റെ അനുഭവത്തിനാണ് വെച്ച് നോൻ എപ്പോഴും പറയണു ഭാര്യർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട്. സംഗതി ഭൗതികമായി കൂടെ തന്നെ പെരുപ്പിള്ളിക്ക് തെറ്റുവച്ചാലോ? തെറ്റിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കാര്യം ഭാര്യയോട് ചോദിച്ചോ പക്ഷേ തർക്കം തീർക്കാൻ നമുക്ക് ഊട്ടുവരെന്ന് യാദവേദ ശാസ്ത്രത്തെ വിളിക്കാം. അദ്ദേഹം വലിയ പറ്റുന്നതല്ലോ. ഇത് ആത്മയല്ലോ, ഭൗതികമല്ലേ. ഈ തർക്കം തീർക്കാൻ ദേഹണ്ടക്കാരെ ഭാര്യ വിളിക്കാൻ തന്നെ നല്ലത്. ഈ ദേഹണ്ടക്കാരെ ഭാര്യ വിളിച്ചിട്ട് എന്താ കാര്യം? അദ്ദേഹത്തിന് അവിയൽ സാമ്പാർ വെച്ചാലേ അതന്നെയാണോ തർക്കം. ഈ അവിയലിൽ പച്ചനാളികേരം ചതച്ച് ചേർക്കുന്നതിന് പകരം അരച്ച് ചേർത്തിരിക്കുകയാണെന്ന് ഇല്ല. അത് നമ്പ്യാത്താൻ തറപ്പിച്ച് പറയണു അരച്ച് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ രുചി കുറഞ്ഞു പോയതേ. ഇത് നിസ്സാര കാര്യമല്ല. ഇത് ഇന്നലെ ദിവസം കൊണ്ട് പതിനേർക്കേണ്ട കാര്യമില്ല. നടക്കട്ടെ നടക്കട്ടെ, തർക്കം നടക്കട്ടെ. അല്ല, അവിയല് രുചി കുറഞ്ഞു പോയതുകൊണ്ട് നമ്പൂരുടെ തീറ്റയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ലല്ലോ. അവിയല് മോശമായിരുന്നല്ലോ, മുറുക്കുകാരൻ അസ്തരായിരുന്നല്ലോ. തമ്പുരാനെ, ഈ തർക്കത്തെ ശാസ്ത്രത്തെ കുറിച്ച് വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ തമ്പുരാനോട് കാര്യം പറയാം. എന്താ? അല്ല, പുറത്ത് 12 മാപ്പിള നിൽപ്പുണ്ട്. അദ്ദേഹത്തിന് 2 രൂപ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് ആത്മീയല്ല. 2 രൂപ കൊടുത്താലേ അയാള് പോകും. അതെന്താന്ന് വെച്ചാ കുഞ്ഞിരിപ്പ് വേണ്ട പോലെ ചെയ്താ പോലെ. അതും എന്നോട് ചോദിക്കണം. കുഞ്ഞിരിപ്പോ നാളെ കയറി കാശിരിക്കണല്ലോ, എടുത്തോണ്ട് കൊടുത്താ പോലെ. അത് ചോദിക്കാൻ വന്നിരിക്കാ. കുഞ്ഞിരിപ്പാണ് രാമന്റെ വേലിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് ചെയ്തത്. അപ്പോ ജഗന്നത്തിന് ഏർപ്പാട് ചെയ്തു താൻ തന്നെ ആയിരിക്കും. ഇത്തവണ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി തിരുമേനി. ഇനി ഇവിടെ ഒരു വിശേഷം ഉണ്ടാകട്ടെ. അപ്പൊ നമുക്ക് പാചകത്തിന് തിച്ചൂരെ രാമസ്വാമി വിളിച്ച ഏർപ്പാടേ കൊള്ളാം. അതുപോലെ അതിന്റെ പേരിൽ തർക്കം പാടില്ല. രാമസ്വാമിയുടെ ചക്കര പ്രഥമൻ ഒന്ന് പറയേണ്ടത് തന്നെയാണ്. അല്ല, അതിനിപ്പോ എന്താ ഒരു വിശേഷം ഉണ്ടാവാൻ? അനിയനെ കൊണ്ട് വേല് കഴിപ്പിച്ച് വേലിയും സംഘാനങ്ങളൊന്നും വേണ്ടെന്ന് വെച്ചിരിക്കുകയാണല്ലോ നമ്പ്യാത്താൻ. അതല്ല, ഭാവിയില് അതിന് വല്ല മാറ്റം ഉണ്ടാവോ? എന്റെ ജീവിതത്തിൽ ഒരു വാനപ്രസ്ഥം മാത്രമേ ഉണ്ടാവൂ പെരുമ്പള്ളി. മനസ്സ് നിറയെ ഭക്തിയും സ്മൃതികളും ശാസ്ത്രവും ഒക്കെ ആയതുകൊണ്ട് ഒരു വേളിക്കും കുട്ടികൾക്കും കുടുംബത്തിനും കൂടി ഇടം കണ്ടെത്താൻ ആവില്ലാന്ന് വെച്ച് കുലം കുട്ടിയേറ്റ് പോകാനും പറ്റില്ലല്ലോ. അതുകൊണ്ടാ അനിയൻ രാമനെ കൊണ്ട് വേളി കഴിപ്പിക്കാന്നങ്ങൾ വെച്ച്. തന്റെ കാര്യം വിശേഷം തന്നെയാണ്. 4ഉം 5ഉം വേളിയും അതിനു പുറമെ സംബന്ധങ്ങളുമായി നടക്കുന്ന നമ്പൂരിയാർക്കിടയില് താനൊരു അതിശയം തന്നെ. അല്ല, അതുകൊണ്ട് തന്റെ അനിയൻ രാമന് ഗുണണ്ടായി. മൂസാമ്പൂർ ഇരിക്കുമ്പോ തന്നെ അയാൾക്ക് വേലി തരായില്ലോ. അതും താത്രിയെ ആരൊക്കെ മോഹിച്ചിട്ടുള്ളതാ കൽപ്പകശ്ശേരിയിലെ താത്രിയെ. കൽപ്പകശ്ശേരിയിലെ താത്രിയല്ല, ഇന്ന് കുടിവെപ്പ് കഴിഞ്ഞല്ലോ. ഇന്ന് മുതൽ കുറിയേടത്ത് താത്രിയ. ആയിക്കോട്ടെ, ഒരു വിനോദമില്ല. തന്റെ അച്ഛൻ തിരുമേനിയുടെ 2ാം
രാമനാണല്ലോ. മാത്രല്ല മുഖശ്രീ ഇല്ല.